CPU സോക്കറ്റുകളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സോക്കറ്റാണ് AMDയുടെ AM4 സോക്കറ്റ്. AMD Ryzen ലോഞ്ച് ചെയ്യുന്നത് തന്നെ ഈ സെയിം AM4 സോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതിനുശേഷം 1000 സീരീസ് മുതൽ 5000 സീരീസ് വരെ ഒരുപാട് പ്രോസസ്സർ ഈ ഒരു സെയിം സോക്കറ്റിൽ തന്നെ AMD ലോഞ്ച് ചെയ്തു. ഈ AM4 സോക്കറ്റിൽ PGA അഥവാ പിൻ ഗ്രിഡ് അറേ ടൈപ്പ് സോക്കറ്റ് CPUs ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സറിലായിരിക്കും പിന്ന് വരുന്നത്. ഈ പിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പിൻസ് കാണും. ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പിൻസ് ഡാമേജ് ആവാനോ അല്ലെങ്കിൽ പിന്ന് ബെൻഡ് ആവാനോ ചാൻസ് ഉണ്ട്. വൺസ് ഇത് ബെൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് മാത്രം നമുക്കിത് ബെൻഡ് നൂത്തെടുക്കാൻ പറ്റും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് വർക്ക് ആവത്തില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം പിൻ ഗ്രിഡ് അറേ CPUs ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ CPU മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം മദർ ബോർഡ് ഒരു ഫ്ലാറ്റ് സർഫസിൽ വെക്കണം. അതിനുശേഷം സോക്കറ്റിൻ്റെ സൈഡിലുള്ള ഈ ഒരു ലെവർ ഓപ്പൺ ചെയ്യണം. ഈ ഒരു ലെവറിനെ സിഫ് ലെവർ എന്നാണ് പറയുന്നത്. ഈ സിഫ് ലെവർ ഓപ്പൺ ചെയ്യാതെ ഒരിക്കലും പ്രോസസ്സറിനെ നമ്മൾ സോക്കറ്റിലോട്ട് ലോഡ് ചെയ്യരുത്. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പിൻസ് ബെൻഡ് ആവും. അപ്പോൾ ഈ ലെവർ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ഡിസൈഡ് ചെയ്യേണ്ടത് പ്രോസസ്സറിൻ്റെ ഓറിയൻറ്റേഷൻ ആണ്. ഓറിയൻറ്റേഷൻ ഡിസൈഡ് ചെയ്യാനായിട്ട് പ്രോസസ്സറിൻ്റെ ബോട്ടം സൈഡിൽ ഒരു കോർണറിൽ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ആണ്. ഈ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഗോൾഡൻ ട്രയാങ്കിളും സോക്കറ്റിലൊരു കോർണറിലൊരു ട്രയാങ്കിളിൻ്റെ ഒരു ചെറിയൊരു സിമ്പിളാണ്. ആ സിമ്പിളും ഈ ഒരു ഗോൾഡൻ ട്രയാങ്കിളും കൂടെ അലൈൻ ആവുന്ന രീതിയിൽ പ്രോസസ്സർ വെക്കണം. പിന്നെ ഈ പ്രോസസ്സർ വെക്കാൻ നേരത്ത് 1-2 കാര്യങ്ങൾ മെയിനായിട്ട് നോക്കണം. അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലെവർ എപ്പോഴും 90 ഡിഗ്രി അപ്പായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം പ്രോസസ്സർ ഇതിലോട്ട് ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു പാർട്ട് ഈ പ്രോസസ്സറിനകത്തോട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അത് വരാതെ നോക്കണം. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സർ കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കാഷ്വലായിട്ട് ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് അനക്കി നോക്കണം. ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല. ചെറിയ രീതിയിൽ ഒന്ന് അനക്കി നോക്കണം. അത് സോളിഡ് ആയിട്ട് സീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ലെവർ സ്ലോലി പഴയതുപോലെ സീറ്റായി കൊടുക്കണം.